ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും അയാൻ ക്രിയേറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചീര ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീര മാത്രമല്ല കേട്ടോ, അതിൽ മറ്റേ പൊന്നാങ്കണ്ണി ഉണ്ട്, അതുപോലെ തന്നെ ചീര, പിന്നെ തകരൻ്റെ ഇല ഉപ്പേരിയാക്കും. നിങ്ങളറിയോ? നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല മഴയൊക്കെയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ചീരൻ്റെ ഇലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നല്ല മഴയാണ് ഇവിടെ. അങ്ങോട്ടേക്കൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇന്നിപ്പോൾ ലേശൊരു കുറവുണ്ട്. എന്നാലും മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചീര എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചീരുപ്പേരിയൊക്കെ എല്ലാവർക്കും വെക്കാനറിയാം. പിന്നെ ഞാനങ്ങനെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളി, ഉള്ളിയും പച്ചമുളകും എല്ലാം എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചിലവരൊക്കെ കാണുന്നത് ചീരയിലേക്ക് വെളുത്തുള്ളി, ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വേവിക്കുന്നതാണ്. ഞാൻ എണ്ണയിൽ ഇതെല്ലാം മൂപ്പിച്ച് എന്നിട്ടാണ് ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീര വേവാൻ ഇത്ര വലിയ സമയമൊന്നുമില്ലല്ലോ, വേഗം വേവുന്ന സാധനമല്ലേ. അപ്പോൾ ഉപ്പും അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് വിതറി കൊടുത്ത് ഇനി ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദിവസമൊക്കെ നല്ല മഴയായതുകൊണ്ട് ചീരയിൽ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വറ്റി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ചീര ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം തേങ്ങ ഒന്ന് വേവുന്നത് ഒന്ന് ഒരാവിയും കൂടി കയറിയിട്ട് നമുക്ക് ചീര ഓഫാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീര ഇപ്പോൾ ഏകദേശം റെഡിയായി. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലൊന്ന് പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഒരാവി കയറ്റാം. ചീരക്ക് പിന്നെ കുറച്ച് വേവലുള്ളൂ. അപ്പോൾ ആവി എല്ലാം കയറ്റി ചീര വെന്ത് നല്ല ചൂടോടുള്ള ചീരയും ചോറും. ഇന്ന് പിന്നെ നമുക്ക് മീനൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താക്കി, ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് കറിയാണ് ഉണക്കമീൻ. മഴ ആയതും കൊണ്ടാണ് തോന്നുന്നു മീനൊന്നും വരാത്ത. മുറ്റം നിറച്ച് ഇലയും അതും ഇതൊക്കെയാണ്. 2-3 ദിവസമായി മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട്. അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കിയിട്ടുണ്ട്. മുറ്റെല്ലാം അടിച്ചു വാരി ക്ലീനാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നല്ലോണം ഇലകളൊന്നും അങ്ങ് പോകുന്നില്ല, എന്നാലും പരമാവധി എല്ലാം വൃത്തിയാക്കി. മഴയായതുകൊണ്ട് ഇങ്ങനെ മുറ്റത്തെല്ലാം ഇലകളൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.